നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്ന വിഷയത്തിൽ റമദാനിന് വലിയ ഒരു അവസരം തരാനുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അതായത് ഏതൊരു നല്ല ഹാബിറ്റ്, ഒരു ശീലവും നമുക്ക് വളർത്തിയെടുക്കാൻ 21 ഡേയ്സ് ആണ് പ്രധാനമായും അതിന് വേണ്ടത്. അതായത് 21 ദിവസം ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശീലമായി മാറും. പിന്നെയും കുറേ ദിവസം നമ്മൾ തുടർന്നു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും. ഇപ്പോൾ നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരാനും അല്ലാത്ത ചില ശീലങ്ങൾ ഒഴിവാക്കാനും രണ്ടിനും റമദാൻ നല്ല അവസരം നമുക്ക് നൽകുന്നുണ്ട്. പുകവലിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ തെറ്റായ പല കാര്യങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളുകൾ, ആ ആളുകൾ അതൊക്കെ മാറ്റി റമദാനല്ലേ അത് ഒഴിവാക്കാം, റമദാനല്ലേ അത് വേണ്ട, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 30 ഡേയ്സ് കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുപോയാൽ ആ ഒരു അവസ്ഥ തുടരാൻ നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും. അതേപോലെ നല്ലൊരു കാര്യം ഖുർആൻ പറയാണ്, ഏറ്റവും ചുരുങ്ങിയത് അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദ്, ദുഹ, വിത്ർ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ കൊണ്ടു നടന്നാൽ ആ നിസ്കരിക്കുന്ന സമയം റമദാൻ കഴിഞ്ഞാലും ആ പ്രവർത്തനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വേഗം റമദാനിൽ കഴിയുമ്പോഴേക്കും ഉണ്ടാവേണ്ട നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുക, ഒഴിവാക്കേണ്ട ചീത്ത സ്വഭാവങ്ങൾ ലിസ്റ്റ് ചെയ്യുക, അതിന് വേണ്ട പണിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു പുതിയ വേർഷനെ നമുക്ക് ശവ്വാലിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.